ഹരിതകർമ്മസേനയുടെ യൂണിഫോമിന്റെ നിറം ഓറഞ്ച് ആക്കിയാൽ എന്താണ് കുഴപ്പം? അതെങ്ങനെ സംഖ്യകളുടെ നിറമാകും? ഇപ്പൊ ചൂട് പിടിച്ചൊരു ചർച്ച നടക്കുകയാണ്. പച്ചയിൽ നിന്ന് ഓറഞ്ച് ആക്കാനുള്ള ശ്രമം, അതും കോർപ്പറേഷന്റെ ശ്രമം. ഇതൊക്കെയാണ് സംഖ്യകളെ വെറുക്കുന്നവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഓറഞ്ച് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് സംഖ്യ നിറമായതുകൊണ്ടല്ല, തിരിച്ചറിയാൻ എളുപ്പമുള്ള നിറം, അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നിറം, അങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടി വരും. എന്ത് ചെയ്യാം, ഓറഞ്ച് എന്ന് പറയുന്ന നിറത്തിന് ഒരുപാട് മേന്മകളുണ്ട്. അത് സംഖ്യകളുടെ നിറമായി പോയത് അവരുടെ കുറ്റമല്ല. ഓറഞ്ചിന്റെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് US നാവികസേന അവരുടെ വായു നിറച്ച ലൈഫ് ജാക്കറ്റുകളിൽ ഓറഞ്ച് ആദ്യമായി ഉപയോഗിച്ചതിന് ശേഷം സുരക്ഷാ ഉപകരണങ്ങൾക്കും യൂണിഫോമുകൾക്കും ഓറഞ്ച് നിറം വളരെ തിളക്കമുള്ളതും കടുപ്പമേറിയതുമായി മാറിയിരിക്കുന്നു എന്നാണ് വിശകലനം. ഇന്ന് US ജംപ് സ്യൂട്ടുകളും സമാനമായ കാരണത്താൽ പലപ്പോഴും ഊർജ്ജസ്വലമായ ടാങ്കറിൻ നിറത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആകർഷകമായ അതിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ നിറം തിരഞ്ഞെടുക്കുന്നത്. വളരെ തിളക്കമുള്ളത് കൊണ്ട് തന്നെ തടവിലാക്കപ്പെട്ട വ്യക്തികളെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കാത്തൊരു നിറം കൂടിയാവുകയാണ് ഇത്. അതിനാൽ എപ്പോഴെങ്കിലും അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ തിരിച്ചു പിടിക്കാനും എളുപ്പമാണ്. അപകടവുമായും തടവറയുമായും ഒക്കെയുള്ള ഈ ബന്ധത്തെ ഒരു നെഗറ്റീവ് ബന്ധമായും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മറ്റ് സാഹചര്യങ്ങളിൽ ഓറഞ്ച് എന്ന നിറത്തിന്റെ പ്രത്യേക ഷെയ്ഡുകൾ പലപ്പോഴും ഒഴിവാക്കപ്പെടാറുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട അംശങ്ങൾ വായിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ചിത്രം കണ്ടോ, പരാതി കൊടുക്കുന്നത് കണ്ടോ? ഈ ചിത്രം നോക്കുക പ്രേക്ഷകർ. ഒരല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരം മേയറെ മൂക്കിൽ വലിച്ചു കയറ്റാൻ ജോലിയും കൂലിയും ഇല്ലാത്ത CATU-കാർ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഹരിതകർമ്മസേനയുടെ നിറം ഓറഞ്ച് ആക്കാൻ പോകുന്നത് കാവ്യവൽക്കരണമാണ്, എതിർക്കണം. കൂടാതെ പച്ചവസ്ത്രം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവർക്കൊക്കെ പരാതി നൽകി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കാവ്യ നിറത്തിലുള്ള ജാക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും CATU ആണ് പരാതി നൽകിയിരിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ യൂണിഫോം നിറം മാറ്റാനുള്ള തീരുമാനം സർക്കാർ ഇടപെട്ട് തടയണം എന്നാണ് പരാതിയിലെ ആവശ്യം. നമുക്ക് നോക്കാം. അദ്ദേഹം വിശകലനം നടത്തുകയാണ്. വസ്ത്രത്തിന് നിറമാറ്റാൻ കോർപ്പറേഷന് അധികാരമുണ്ടോ? അധികാരമുണ്ട്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 പ്രകാരം മാലിന്യ സംസ്കരണം, ശുചിത്വം ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർബന്ധിത ചുമതലയാണ്. അതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, സുരക്ഷാ ഉപകരണങ്ങൾ, യൂണിഫോം ഇത് തീരുമാനിക്കാൻ കോർപ്പറേഷൻ കൗൺസിലിന് ഭരണപരമായ അധികാരമുണ്ട്. അതുകൊണ്ട് ജാക്കറ്റിന്റെ നിറം മാറ്റാനുള്ള പ്രാഥമിക അധികാരം കോർപ്പറേഷനുണ്ട്. ഇതിനു മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമസ്തേ പദ്ധതി വിവാദം. നമസ്തേ പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കാവി ജാക്കറ്റ് നൽകിയത് നേരത്തെയും വിവാദമായിരുന്നു. പഞ്ചായത്തുകളിലെ യൂണിഫോം വിവാദം 2022-2023 സമയത്ത് ചില പഞ്ചായത്തുകളിൽ ഭരണകക്ഷിയുടെ കൊടിയുടെ നിറത്തിലുള്ള തൊപ്പി, ഷാൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകിയത് വിവാദമായി. അന്ന് തദ്ദേശ വകുപ്പ് യൂണിഫോമിൽ രാഷ്ട്രീയ നിറങ്ങളോ ചിഹ്നങ്ങളോ പാടില്ല, പച്ച നിറം തുടരണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടക 2023 BJP ഭരണകാലത്ത് സ്വച്ഛതാ സൈനികർക്ക് കാവി ജാക്കറ്റ് നൽകിയതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു. തമിഴ്നാട് 2021 DMK അധികാരത്തിൽ വന്നപ്പോൾ ശുചിത്വ തൊഴിലാളികളുടെ യൂണിഫോമിൽ കറുപ്പ്, ചുവപ്പ് നിറം ഉൾപ്പെടുത്തിയത് ചർച്ചയായി. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ? 2024 ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടം റോഡരികിൽ മാലിന്യം ശേഖരിക്കുന്നതിനിടെ ഹരിതകർമ്മസേനാംഗമായ വനിതയെ ടിപ്പർ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് അവർ ചികിത്സയിലിരിക്കെ മരിച്ചു. 2023 ജൂണിൽ കൊല്ലം ദേശീയപാതയോരത്ത് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനിടെ കാറിടിച്ച് ഹരിതകർമ്മസേനാംഗം മരിച്ചു. 2022 കോഴിക്കോട് വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് റോഡ് മുറിച്ചു കടക്കുമ്പോൾ ബൈക്ക് ഇടിച്ച് ഹരിതകർമ്മസേനാംഗമായ 52കാരി മരിച്ചു. എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നറിയാമോ? വസ്ത്രത്തിന്റെ നിറം, സുരക്ഷാ ഉപകരണങ്ങളുടെ കുറവ്, കൂടാതെ പലർക്കും റിഫ്ലക്റ്റീവ് ജാക്കറ്റ്, ഗ്ലൗസ്, മാസ്ക് എന്നിവ കൃത്യമായി ലഭിക്കാറില്ല. അതിരാവിലെയുള്ള ജോലി, വാഹനങ്ങൾ കുറവുള്ള സമയം നോക്കി രാവിലെ 5 മുതൽ 6 മണിക്ക് തന്നെ പലരും ജോലിക്കിറങ്ങും. വെളിച്ചക്കുറവുണ്ടാകും, മഞ്ഞുണ്ടാകും. ഇതൊക്കെ അപകട സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇവിടെയും ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് വില്ലൻ. റോഡരികിലെ ജോലി, ദേശീയപാത, പ്രധാന റോഡുകളുടെ അരികിൽ നിന്നാണ് മാലിന്യം ശേഖരിക്കുന്നത്. യൂണിഫോമിന്റെ നിറം പച്ച നിറത്തിനേക്കാൾ കാവി അല്ലെങ്കിൽ ഓറഞ്ച് നിറം, ദൂരെ നിന്ന് അത് വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇനി പരാതി കൊടുത്ത നേതാക്കന്മാരോട്, നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ ഹരിതകർമ്മസേനക്കാരോടൊപ്പം നിന്ന് ജോലി ചെയ്തിട്ടുണ്ടോ? അല്ല, സ്വന്തം വീട്ടിൽ പോലും പാത്രം കഴുകാത്ത നിങ്ങളാണ് ഈ വസ്ത്രത്തിന്റെ പേരും പറഞ്ഞ് പരാതി കൊടുത്തത്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയിലും വിദേശത്തുമുള്ള തൊഴിലാളികൾ ഓറഞ്ച് ജാക്കറ്റുകൾ ഉപയോഗിക്കുന്നത് എന്നറിയാമോ? ഉയർന്ന ദൃശ്യപരത, ഹൈ വിസിബിലിറ്റി, തിളക്കമുള്ള ഓറഞ്ച് നിറം. ഇത് കാരണം അത് ധരിച്ചിരിക്കുന്ന ആളെ ദൂരെ നിന്ന് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപകടങ്ങൾ കുറയ്ക്കാം. റോഡ് നിർമ്മാണ തൊഴിലാളികൾ, ട്രാഫിക് പോലീസുകാർ, സൈക്ലിസ്റ്റുകൾ തുടങ്ങിയവർ ഇത് ധരിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് അവരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇത് വാഹന അപകട സാധ്യത
കുറയ്ക്കുന്നു. റിഫ്ലക്റ്റീവ് സ്ട്രിപ്പുകൾ, രാത്രികാലങ്ങളിലും വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിലും വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് പതിക്കുമ്പോൾ തിളങ്ങുന്ന സ്ട്രിപ്പുകൾ ധരിക്കുന്ന ആളെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നു. ലാസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? CITU കേരളത്തിൽ 437 മുസ്ലിം MLA-മാരുണ്ട്. അവരുടെ കൊടിനിറം പച്ചയാണെന്ന് വെച്ച് നിലവിൽ ഓറഞ്ച് ജാക്കറ്റുകൾ ഉപയോഗിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ജാക്കറ്റിന്റെ നിറം പച്ചയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതാണ് എന്നുകൂടി ഒരു പരാതി കൊടുക്ക്. കഷ്ടം, ഗതികേട് എന്നല്ലാതെ എന്തോ പറയാൻ. എന്തായാലും ഓറഞ്ച് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാവി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഷെയ്ഡ്സ് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഇങ്ങനെ ചുരുക്കുണ്ടാവുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത് സംഘി നിറമാണ്. രാജ്യം ഭരിക്കുന്നത് സംഘികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.